കണ്ണൂർ വാണിയമ്പാറ പള്ളി സെമിത്തേരിയിൽ ഒരു കല്ലറയിൽ 2 മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവുണ്ടാവുകയാണ്. കല്ലറയിൽ കണ്ടെത്തിയ രണ്ടാമത്തെ മൃതദേഹം 2021 കാണാതായ വിലങ്ങാട് സ്വദേശി സിജോയുടേതെന്ന് സംശയം. DNA പരിശോധന നടത്തണമെന്നുള്ള ആവശ്യവുമായി ബന്ധുക്കൾ രംഗത്തെത്തുകയാണ്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നു. ഷഹീദ്, എന്തൊക്കെയാണ് ഈ നാട്ടിൽ സംഭവിക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ വാണിയമ്പാറയിലാണ് ഒരു കല്ലറയിൽ, ഉണ്ണിയേശു പള്ളിയിലെ കല്ലറയിൽ 2 മൃതദേഹങ്ങൾ, അതായത് ഒന്ന് മൃതദേഹം ആണെന്ന് ഉറപ്പാണ്. രണ്ടാമത് മൃതദേഹത്തിന് സമാനമായ രീതിയിൽ ഒരു പൊതിഞ്ഞു കിട്ടിയ രീതിയിലൊരു വസ്തുവാണ് കണ്ടെത്തിയത്. പക്ഷേ മൃതദേഹമാണെന്ന് ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കല്ലറ തുറന്ന് വിശദമായ പരിശോധനകളൊക്കെ നടത്തേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ മൃതദേഹം രണ്ടാമതായി കണ്ടെത്തിയത് മൃതദേഹം അത് തങ്ങളുടെ ഒരു മകൻ്റെതാണെന്ന് പറഞ്ഞാണ് ഇപ്പോൾ കോഴിക്കോട് വിലങ്ങാട് സ്വദേശിയായ ഒരു അമ്മ രംഗത്ത് വന്നിട്ടുള്ളത്. സിജോസ് കറിയ എന്ന വിലങ്ങാട് സ്വദേശിയാൾ 2014 ഇവിടെ നിന്നും ഈ വിലങ്ങാടുള്ള വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. ഭാര്യ വീട്ടിലേക്ക് പോയതാണ്. ഭാര്യ വീട്ടിലായിരുന്നു താമസം. ഈ കണ്ണൂർ വാണിയമ്പാറയിലാണ് ഭാര്യ വീടുള്ളത്. അവിടെ 2020 മുതൽ ഈ ഇദ്ദേഹത്തെ കാണാതായി. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഭാര്യ വീട്ടിൽ നിന്നും എന്തോ ചില തർക്കങ്ങൾ കാരണം ഇറങ്ങിയതാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീടാണ് പ്രദേശത്തുള്ള കരിക്കാട്ടേരി പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു. ആ കാലത്ത് പരാതിപ്പെട്ടു. പക്ഷേ അന്ന് പിന്നീട് അവർ ഇവിടെയല്ല, കുറ്റ്യാടിയിലുള്ള വിലങ്ങാടുള്ള ഇയാളുടെ സിജോസ് കറിയുടെ സ്വന്തം സ്ഥലത്ത് പോയി പരാതിപ്പെടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണ് കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടത്. പോലീസ് പ്രാഥമികമായ അന്വേഷണമൊക്കെ നടത്തി. പക്ഷേ പിന്നീട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പിന്നീട് അന്വേഷണം അവസാനിപ്പിക്കണം എന്നുള്ള കാര്യമൊക്കെ വീട്ടുകാരുമൊക്കെ സംസാരിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ വാണിയമ്പാറയിൽ ഇങ്ങനെയൊരു സംഭവം, കല്ലറയിൽ ഒരു മൃതദേഹം എന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യം, ഒരു വാർത്തകൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോഴാണ് ഈ വാണിയമ്പാറയിലാണ് ഈ ഭാര്യ വീട്. ബന്ധുക്കളുടെ ചില പ്രതികരണം നമുക്കുണ്ട്, അത് കേട്ടിട്ട് ഷെയ്ദിലേക്ക് മടങ്ങി വരാം. എൻ്റെ ഒരു സെക്കൻഡ് കസിനായിരുന്ന സിജോസ് കറിയ എന്ന ആള് ആലപ്പാട്ട് 2014 മിസ്സിംഗ് ആയ ഒരു കേസ് കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ നിലവിലുണ്ട്. ഞങ്ങൾ പരാതി കൊടുത്ത് പോലീസ് ഊർജിതമായ വളരെ കാലങ്ങൾ അന്വേഷിക്കുകയും ഒത്തിരി അജ്ഞാത മൃതദേഹങ്ങളൊക്കെ പരിശോധിച്ച് DNA പരിശോധന ഒക്കെ നടത്തുകയും ചെയ്ത് തുമ്പില്ലാതെ കിടക്കുന്ന ഒരു കേസായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ, എൻ്റെ ഓർമ്മ 12-ാം തീയതിയാണെന്ന് തോന്നുന്നു, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുന്നു. ഈ തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട ഒരു പള്ളി സെമിത്തേരിയിൽ ഇങ്ങനെ ഒരു പായിൽ പൊതിഞ്ഞ ഒരു മൃതദേഹം കാണപ്പെട്ടു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വാർത്താമാധ്യമങ്ങളിലൂടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു വലിയ സംശയം തോന്നി. ഈ പറഞ്ഞ എൻ്റെ ഈ കസിനായ ഈ സിജോ സ്കറിയ വിവാഹം കഴിച്ചിരിക്കുന്നത് ഈ വാണിയപ്പാറയിൽ നിന്നാണ്. അതായത് ഇത് വളരെ കൺഫ്യൂഷൻ ആവുന്ന ഒരു കാര്യമാണ്. ഈ തലശ്ശേരി അതിരൂപതയിൽപ്പെടുന്ന കല്ലറയിൽ ഒരു മൃതദേഹത്തിന് മുകളിൽ മറ്റൊരു മൃതദേഹം കല്ലറ തുറന്നപ്പോൾ കണ്ടു. അത് തുണിയിൽ കെട്ടിയ നിലയിലാണ് എന്നുള്ളത് തന്നെ വലിയ ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു. അതിപ്പോൾ വിലങ്ങാടുള്ള സിജോസ് കറിയയുടെ മൃതദേഹമാണ് എന്നുള്ളതാണ് കുടുംബം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത്. നമുക്കൊരു പ്രതികരണം കൂടിയുണ്ട്, അതുകൂടി കേൾക്കാം. 2014 നവംബറിലാണ് അവർ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നത് ചെറുക്കനെ. കുറ്റ്യാടിയല്ലേ താമസ, നമ്മുടെ പോലീസ് സ്റ്റേഷന് താമസ, കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഇവിടെ ഒരു ഇവിടെ കൊണ്ടുവന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ചേർക്കൻ അവിടെ ഉണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇല്ലെന്നായി കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും പറഞ്ഞ് പരാതി കൊടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പരാതി കൊടുക്കുന്നത്. സംശയം ഇപ്പം ഇങ്ങനെ ഈ വാർത്ത വന്നപ്പം ഇത് കേട്ടത് കൊണ്ടാണ് എല്ലാവർക്കും ഒരു സംശയം. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ഷഹീദ്, മനസ്സിലാക്കാത്തൊരു കാര്യം, കോഴിക്കോട് വിലങ്ങാടും കണ്ണൂർ കരിക്കോട്ടക്കരി എന്ന് പറയുന്നത് വളരെ 2 പ്രദേശങ്ങളാണല്ലോ, വളരെ അടുത്തുള്ള പ്രദേശം പോലുമല്ല. ഇവരെന്തുകൊണ്ട് അവിടെ കാണാതായ സിജോയുടെ മൃതദേഹം അത് തലശ്ശേരി അതിരൂപതയിലെ ഈ കല്ലറയിൽ അതായിരിക്കാം എന്നുള്ള സംശയം ഉയർത്തുന്നത് എന്തുകൊണ്ടാണ്? പക്ഷേ അത് ഈ സിജോസ് കറിയയുടെ ഭാര്യ വീട് വാണിയമ്പാറയാണ്. അതായത് ഇപ്പോൾ കല്ലറയിൽ മറ്റൊരു മൃതദേഹം സംശയിക്കുന്ന വസ്തു കണ്ടെത്തിയ ആ സ്ഥലത്താണ്, ആ പ്രദേശത്താണ് ഭാര്യ വീട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2014 സ്വന്തം വീട്ടിൽ നിന്നും ഈ അച്ഛനുമായി ചില തർക്കങ്ങളെ തുടർന്ന് ഭാര്യ വീട്ടിലേക്ക് പോയതാണ് സിജോസ് കറിയ. പിന്നീടാണ് അവിടെ വെച്ച് പിന്നീട് വിവരമൊന്നും ലഭിക്കുന്നില്ല. 2020 ഈ കുടുംബം, വിലങ്ങാട്ടുള്ള സിജോസ് കറിയുടെ കുടുംബം അന്വേഷിക്കുമ്പോൾ, വാണിയപ്പാറയിലെ കുടുംബവുമായി അന്വേഷിക്കുമ്പോൾ, ഭാര്യ വീട്ടുകാരുമായി അന്വേഷിക്കുന്ന സമയത്ത് അവിടെ നിന്നും പുറപ്പെട്ടതാണ്, അവിടെ നിന്നും വീട് വിട്ടിറങ്ങിയതാണ് എന്ന് പറയുന്നുണ്ട്.
അങ്ങനെയാണ് കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷനിൽ ഈ കുടുംബം വിലങ്ങാട്ടുള്ള സിജോസ് കറിയുടെ കുടുംബം പരാതി നൽകുന്നത്. അവർ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ പറഞ്ഞു. അതായത് വാണിയപ്പാറയിലാണ് ഈ സംഭവം, ഇപ്പോൾ മൃതദേഹം എന്ന് സംശയിക്കുന്ന വസ്തു കണ്ടത്. അവിടെയാണ് ഈ സിജോസ് കറിയ ഭാര്യ വീടുള്ളത്. അവിടെ വെച്ചാണ് കാണാതായത് ഒരു കാര്യം. മറ്റൊന്ന്, ഈ മൃതദേഹം ഇപ്പോൾ അടക്കം ചെയ്തു എന്ന് സംശയിക്കുന്ന ഒരു കാലഘടന വെച്ച് നോക്കുമ്പോൾ അത് ഈ കാണാതായ സമയവുമായി ഒത്തുചേരുന്നതാണെന്നൊക്കെ ബന്ധുക്കൾ പറയുന്നുണ്ട്. പക്ഷേ ഈ കാര്യമൊക്കെ ഇനി ശാസ്ത്രീയമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഒന്ന്, മൃതദേഹം എന്ന് സംശയിക്കുന്ന കാര്യം അതിൽ നിന്ന് പുറത്തെടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. ബന്ധുക്കൾ പറയുന്നത് ആ മൃതദേഹമായി ഇപ്പോൾ കണക്കാക്കപ്പെടുന്ന ആ കല്ലറയിൽ നിന്നും കണ്ടെടുത്ത ഈ വസ്തു ഇത് പരിശോധിച്ച് DNA പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് പറയുന്നത്. സിജോസ് കറിയുടേതാണെന്ന് ബലമായി സംശയിക്കുന്നു. അതിൽ വ്യക്തത വരുത്താൻ വേണ്ടി DNA പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പറയുന്നുണ്ട്. കുറ്റ്യാടി പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം പരാതി നൽകുന്നുണ്ട്. മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെ പരാതി നൽകാനാണ് തീരുമാനമെന്നാണ് ഇപ്പോൾ കുടുംബം പ്രധാനമായും പറയുന്നത്. ഒരു കല്ലറയിൽ രണ്ടു മൃതദേഹമോ എന്നുള്ള കാര്യത്തിൽ തന്നെ ഇനിയും സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. മൃതദേഹമാണ് എന്നുള്ള ഏകദേശ ധാരണയിലേക്ക് എത്തുന്നു. പക്ഷേ അതിന്റെ പരിശോധനാ ഫലമൊക്കെ ലഭ്യമാണ്. തുറന്ന് പരിശോധിക്കണം. അതിനുശേഷം പരിശോധന നടക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ അത് സിജോസ് കറിയ എന്ന ആളുടെ, വിലങ്ങാട് സ്വദേശിയായിട്ടുള്ള സിജോസ് കറിയയുടെ മൃതദേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബം രംഗത്തെത്തുന്ന ഒരു അവസ്ഥയൊക്കെയാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഇത് പുറത്തെടുത്ത് പരിശോധനയൊക്കെ നടന്നിട്ടായിരിക്കും എന്താണ് എന്നതിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാവും.